എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് മാർവലിൻ്റെ ഡെയർ ഡെവിൾ എന്ന TV സീരീസിൻ്റെ സെക്കൻഡ് സീസണാണ്. അപ്പം മാർവൽ മൂവീസ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ്. അവെഞ്ചേഴ്സ്, അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക, ഇഷ്ടംപോലെ മൂവീസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഇവരുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ആയിരുന്നു. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾക്ക് ഇത്തിരി ക്വാളിറ്റി കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിവേ, ഇവരുടെ TV സീരീസിൽ നമ്മൾ മുൻപ് റിവ്യൂ ചെയ്തിട്ടുള്ള ഡെയർ ഡെവിൾ സീസൺ 1 ഉണ്ട്, ജെസിക്ക ജോൺസ് സീസൺ 1 ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് ക്രൊണോളജിക്കലി അതിൻ്റെ ടൈം ലൈൻ അനുസരിച്ച് വരുന്ന മൂന്നാമത്തെ സീസണാണ് ഡെയർ ഡെവിൾ സീസൺ 2. അപ്പോൾ ഇതിനകത്ത് വീണ്ടും നമ്മൾ ഫസ്റ്റ് സീസണിൽ കണ്ടത് മാറ്റ് മർഡോക്ക് എന്ന ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഓൾട്ടർ ഈഗോ, അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹീറോ ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ് ഡെയർ ഡെവിൾ. അദ്ദേഹത്തിൻ്റെ കൂടെ ഇതിനകത്ത് കുറേ പുതിയ കഥാപാത്രങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റിനകത്തുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ റിട്ടേണും ചെയ്യുന്നുണ്ട്. ഓവറോൾ പറയുമ്പം മെയിനായിട്ട് ഇതിനകത്ത് ആക്ട് ചെയ്തിരിക്കുന്നത് ചാർലി കോക്സ് എന്ന് പറയുന്ന നടനാണ് മാറ്റ് മർഡോക്ക് അല്ലെങ്കിൽ ഡെയർ ഡെവിളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഡെബോറ ആൻ വോൾ എന്ന നടിയാണ് കാരൻ പേജ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു റോളിൽ അഭിനയിച്ചിരിക്കുന്നത്. എൽഡൻ ഹെൻസൺ എന്ന നടനാണ് ഫ്രാങ്ക്ലിൻ ഫോഗി നെൽസൺ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇത് മൂന്നിനും പ്രധാന കഥാപാത്രങ്ങൾ നല്ല പ്രൊട്ടഗോണിസ്റ്റ് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇതിനകത്ത് നല്ല കഥാപാത്രങ്ങളാണ്. പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് സീസണിലെ ചില ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. അത് ഞാൻ എല്ലാം ഒന്നും എടുത്ത് പറയുന്നില്ല, ചിലതൊക്കെ ചില സ്പോയിലർ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു റിവ്യൂവിൻ്റെ തുടക്കം കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലായിരിക്കും ഞാൻ ഇതിനകത്ത് സ്പോയിലേഴ്സ് എല്ലാം പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് ഒരു പുതിയ ക്യാരക്ടറായിട്ട് വന്നിരിക്കുന്നത് ജോൺ ബ്രെൻതാൽ എന്ന് പറഞ്ഞ നടനാണ്. ഫ്രാങ്ക് കാസിൽ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. കോമിക്കൊക്കെ വായിക്കുന്നവർക്ക് ഈ ഫ്രാങ്ക് കാസിൽ ആരാന്നറിയാം. അത് ഞാനിവിടെ സ്പെഷ്യലായിട്ട് പറയുന്നില്ല, അത് ചിലപ്പോൾ ഒരു സ്പോയിലർ ആയിരിക്കും. കാരണം ആദ്യമായിട്ട് ഒന്നും അറിയാതെ ഈ സീരീസ് കാണുകയാണെങ്കിൽ ചിലപ്പം നമുക്ക് ആ കഥാപാത്രം ഇതിനകത്തുണ്ട് എന്നറിയുന്നതൊരു എക്സൈറ്റിംഗ് കാര്യമാണ്. എന്തുതന്നെയായാലും ഈ 4 കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ട് ഈ സീരീസിനകത്ത് വന്ന് നിൽക്കുന്നത്. അവരുടെ ഒരു ഡൈനാമിക്സും ഒക്കെയാണ് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു സ്പോയിലർ ഫ്രീ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു സീസൺ തന്നെയാണ്. എനിക്കിത് സത്യം പറഞ്ഞാൽ മാർവലിൻ്റെ ഫസ്റ്റ് സീസണിൻ്റെ അത്രയും തന്നെ ഇഷ്ടപ്പെട്ടു. പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ളത് സീസൺ 2 പോരാ, ഡെയർ ഡെവിളിൻ്റെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ സീരീസിനകത്തും ഏറ്റവും മോശം സീസൺ 2 ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ മോശമായിട്ടൊന്നും തോന്നിയില്ല. പ്രോബ്ലംസ് ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ട് സീസണിന്. പല ചോദ്യങ്ങളും ഉത്തരം നൽകാതെയാണ് സീസൺ അവസാനിക്കുന്നത്. പക്ഷേ എന്നാലും ഓവറോൾ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി അവർ നല്ലോണം കൊണ്ടുപോയിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നി. കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിനകത്ത് പറയാനുള്ള ഒരു ക്യാരക്ടറും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എലോഡി യങ് എന്ന് പറയുന്ന ഒരു നടി ഇലക്ട്ര നാച്ചിയോസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ കഥാപാത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ മെയിൻ ഡെയർ ഡെവിൾ അല്ലെങ്കിൽ മാറ്റ് മർഡോക്കിൻ്റെ പഴയ കാലം കാണിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഇങ്ങനെയായി സൂപ്പർ ഹീറോ ആകാനുള്ള കുറേ മോട്ടിവേഷൻസും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റ് കാണിക്കുന്നുണ്ട് ഫ്ലാഷ് ബാക്ക് സീൻസിൽ. അത് കാണിക്കുമ്പോൾ ഈ കഥാപാത്രം ഇലക്ട്ര എന്ന് പറയുന്ന കഥാപാത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓവറോൾ ഞാൻ ജസ്റ്റ് പറയുന്നത് പോലെ സ്പോയിലർ ഫ്രീ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല ഒരു സീരീസാണ്. ഫസ്റ്റ് സീസൺ കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് താല്പര്യമില്ലെന്ന് വരാം. പിന്നെ ഇത് തീർച്ചയായിട്ടും ഒരു തേർഡ് സീസണിലോട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. ഒരു ക്ലിഫ് ഹാങ്ങറിലല്ല അവസാനിക്കുന്നത്, പക്ഷേ ഒരു തേർഡ് സീസണിനുള്ള സെറ്റപ്പായിട്ട് തന്നെ തോന്നി പല കാര്യങ്ങളും. പിന്നെ ജെസിക്ക ജോൺസിൻ്റെ ഫസ്റ്റ് സീസണിൽ നിന്ന് ഒന്നും പ്രത്യേകിച്ച് ഇതിനകത്ത് വരുന്നില്ല. ഒരു തവണ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നത് മാത്രമേ നമുക്കിതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളൂ. അല്ല എങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ബാക്കിയെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്പോയിലറായിട്ടുള്ള ഭാഗത്തേക്ക് നീങ്ങാം. ഈ സീരീസിൽ ഇത് 10 വർഷം പഴയ സീരീസാണ്, നിയർലി 10 വർഷം പഴയ സീരീസാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്പോയിലേഴ്സ് കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ ഇതെങ്കിൽ സ്പോയിലേഴ്സ് കേട്ടാലും ഒബ്വിയസ്ലി കുഴപ്പമില്ല. കണ്ടിട്ടില്ല എങ്കിൽ സ്പോയിലർ ഇല്ലാതെ കേൾക്കുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രാങ്ക് കാസിൽ അഥവാ പണിഷറിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ആ ക്യാരക്ടർ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന രീതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് വളരെ ഒരു ബ്രോക്കണായിട്ടൊരു കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ കൊല്ലപ്പെട്ടു. അവിടുന്ന് അദ്ദേഹം അതൊക്കെ നമുക്ക് പിന്നീടല്ലേ മനസ്സിലാവുന്നത്. അത് തുടക്കത്തിൽ തന്നെ പറയുന്നില്ല. തുടക്കത്തിൽ ഒരു വില്ലനെ പോലാണല്ലോ വരുന്നത്.
മാസ് മേർഡേഴ്സും ഒരുപാട് കൊലപാതകങ്ങളും ചെയ്യുന്ന ഒരു വില്ലനെ പോലെ വന്നിട്ട് പക്ഷെ കൊല്ലുന്നതെല്ലാം കുറ്റവാളികളെയും ക്രിമിനൽസിനെയും മാത്രമാണ്. അപ്പം അത് എന്തുകൊണ്ട് അയാളത് ചെയ്യുന്നു എന്നുള്ളത് ഇങ്ങനെ കണ്ടുപിടിച്ച് പോകുന്നത് ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് പേഴ്സ്പെക്റ്റീവ് ഈ സീരീസിനകത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. രണ്ടാമത് ഇതിനകത്ത് ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റോറി നടക്കുന്നതായിട്ട് നമുക്ക് നല്ലപോലെ തോന്നും. അത് നല്ലതായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. നല്ല ഒരു ഇൻട്രീഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഒരു നമുക്കിങ്ങനെ ആകാംക്ഷ നല്ലോണം ബിൽഡ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു ഇതിനകത്ത്. എനിക്ക് പിന്നെ തുടക്കം തൊട്ട് ഒരു വില്ലൻ്റെ പേരിങ്ങനെ പറയുന്നുണ്ടല്ലോ, ബ്ലാക്ക് സ്മിത്ത് അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട്, അയാളാണ് ഈ ഫ്രാങ്ക് കാസലിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് എന്നിങ്ങനെ പറഞ്ഞ് പോയിട്ട് അവസാനം അയാൾ ആരാണെന്ന് റിവീൽ ചെയ്യുമ്പം അത് സർപ്രൈസിങ് ആയിരുന്നു. പക്ഷേ വില്ലൻ ആസ് എ ഹോൾ അത് ആരാണ് എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കാത്തത് പോലെ എനിക്ക് ചെറിയതായിട്ട് തോന്നി. പക്ഷേ ആ വില്ലൻ്റെ ഒരു പ്രസൻസ് അത്ര അടിപൊളിയല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ പണിഷറിൻ്റെ ഇതിനകത്ത് കാണിച്ചേക്കുന്നതോ അല്ലെങ്കിൽ ഇലക്ട്രെ കാണിച്ചേക്കുന്നതോ അടിപൊളിയായിട്ടാണ്. ആ വില്ലൻ ബ്ലാക്ക് സ്മിത്ത് ആയിട്ടുള്ള വില്ലനെ അത്ര അടിപൊളിയായിട്ട് കാണിച്ചതുപോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതിനകത്ത് പലപ്പോഴും നമ്മൾ ഈ ഒരു സീസണിൻ്റെ ക്രിറ്റിസിസമായിട്ട് എനിക്ക് തോന്നുന്നത് വരാൻ സാധ്യതയുള്ളത് ഇത് പണിഷറിനെ ഫോക്കസ് ചെയ്തുള്ളൊരു സീരീസായി പോയി എന്നതാണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. പണിഷറിനെ ഇതിനകത്തൊരു വില്ലൻ കഥാപാത്രത്തെ പോലെ തന്നെയാണ് കാണിച്ചേക്കുന്നത്. അപ്പം ഇത് ഡെയർ ഡെവലിൻ്റെ സീരീസിനകത്ത് പണിഷറിന് ഈക്വൽ സ്ഥാനമുള്ളതുപോലെ എനിക്ക് തോന്നി. ഇതിൻ്റെ മുമ്പുള്ള സീസണിൽ കിങ് പിന്നിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നോ ഡെയർ ഡെവലിൽ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, അത് തന്നെ ഇവിടെ പണിഷറിനെ വെച്ച് കാണിച്ചതുപോലെ എനിക്ക് തോന്നി. ഡെയർ ഡെവലിൻ്റെ കഥാപാത്രം സൈഡ് ലൈൻഡ് ആവാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ആകാതെ അവർ ഒരു സോളിഡ് ക്യാരക്ടറായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പല തീരുമാനങ്ങൾ എടുക്കുന്നതും ആ ഒരു നല്ല കഥയിൽ എപ്പോഴും നല്ല കഥാപാത്രം എന്ന് പറയുന്നത് ആ കഥാപാത്രത്തിൻ്റെ തീരുമാനങ്ങൾ കൊണ്ട് കഥ മുന്നോട്ട് പോകുമ്പോഴേ നല്ലൊരു കഥാപാത്രമാവുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രം തന്നെയായിരുന്നു. പിന്നെ അതുപോലെ സൈഡിൽ ഇവർ സൈഡ് റോൾ എന്ന് പറയത്തില്ല, സപ്പോർട്ടീവ് റോൾ വന്നിരിക്കുന്ന മറ്റേ കാരൻ പേജ് ആയിട്ടുള്ള ക്യാരക്ടറും പിന്നെ ഫോഗി നെൽസനായിട്ടുള്ള ഈ ഡെയർഡെവിളിൻ്റെ 2 സുഹൃത്തുക്കൾ വളരെ നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇലക്ട്ര ആയിട്ട് വന്നിരിക്കുന്ന ഒരു നടി, ആ ക്യാരക്ടർ വളരെ അനോയിങ് ഒരു ക്യാരക്ടറാണ്. ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ക്യാരക്ടറിനെ. പക്ഷേ അതിനർത്ഥം ആ നടി അത് നല്ലോണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ എന്നാലും ചില തീരുമാനങ്ങൾ ആ ക്യാരക്ടർ എടുക്കുന്നതും അവസാനമായപ്പം ഈ സൗകര്യത്തിന് വേണ്ടി ചില ആൾക്കാർക്കൊന്നും സംഭവിക്കത്തില്ല. ഇപ്പോൾ ഡെയർ ഡെവിളിൽ തന്നെ പല രീതിയിലും അദ്ദേഹത്തിന് ചില പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പം കുഴപ്പമില്ല എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒരു നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരെ അടിച്ചിരുന്ന മനുഷ്യൻ ലാസ്റ്റ് ഫൈറ്റ് വരുമ്പോൾ കുറേ പേര് വരുമ്പോൾ ഇവരെ അടിച്ചിടാൻ പറ്റത്തില്ല, വലിയ ട്രബിളിലാണ്, വലിയ പ്രശ്നത്തിലാണെന്ന രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. അത് അങ്ങനെ തോന്നത്തില്ല നമുക്ക് ആ സീരീസ് കാണുമ്പോൾ ഇതിലും അപ്പുറത്തെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടല്ലോ, പിന്നെന്താ ഇവിടെ ഇത്രയും ടെൻഷൻ അല്ലെങ്കിൽ പ്രഷർ എന്നേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പിന്നെ ഓവറോൾ ഇതിനകത്തൊരു ചില കഥാപാത്രങ്ങളെ വെച്ചിട്ടുണ്ട് ഈ ആൻറ്റഗോണിസ്റ്റായിട്ട്, എന്ന് വെച്ചാൽ ഈ കഥയിലെ നായകനെയും നായികയും ഒക്കെ എതിർക്കുന്ന കഥാപാത്രങ്ങളായിട്ട് വെച്ചിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഡിസ്ട്രിക്ട് അറ്റോർണി ആയിട്ടുള്ളൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം ചെയ്തേക്കുന്ന സ്ത്രീ അത് വളരെ നല്ലോണം ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും മോന്ത നോക്കിയാൽ പൊട്ടിക്കാൻ തോന്നുന്ന ഒരു കഥാപാത്രം. അവർക്ക് നല്ലോണം അനുഭവിച്ചവർ ഈ കഥയുടെ അവസാനം അവർക്ക് എന്തെങ്കിലും പണി കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത്രയ്ക്ക് അനുഭവിക്കാനൊന്നും നിന്നില്ല. അതിന് മുമ്പേ ആ കഥാപാത്രത്തെ പെട്ടെന്ന് അവരങ്ങ് തട്ടിക്കളഞ്ഞു. അത് എനിക്കൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നി. പക്ഷേ അഗെയിൻ അതൊരു പ്രശ്നമല്ല, എൻ്റെ താല്പര്യം മാത്രമാണ്. പിന്നെ പ്രൈമറിലി ഇതിനകത്ത് കിങ് പിൻ അടിപൊളിയാണ്. കിങ് പിന്നും ഈ ഡെയർ ഡെവിളും കൂടെ തമ്മിൽ ജയിലിൽ ഒരു ടേബിളിന് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ഒരു സീനുണ്ട്. അത് ശരിക്കും അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു. ഓവറോൾ ഈ സീരീസ് അപ്രീഷിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യത്തില്ല, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കുക എന്ന് തന്നെ ഞാൻ പറയും. എന്തായാലും ഈ റിവ്യൂ കേട്ടതിന് ഒത്തിരി സന്തോഷം. ഇനിയുള്ള റിവ്യൂസ് കാണും കേൾക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.